ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആരുട്ടൻസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം. ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: ഡ്രൈഡ് ബ്ലാക്ക് റൈസിൻ 2 ടേബിൾ സ്പൂൺ, ഷുഗർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, ഗ്രേപ്സ് 1/2 kg. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സീഡഡ് ഗ്രേപ്സ് ആണ്. സീഡ്ലെസ് ആയിരിക്കും ഇതിന് കുറച്ചുകൂടെ നല്ലത്. സീഡഡ് ഗ്രേപ്സ് ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ഇട്ട ശേഷം അത് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്ന് നമ്മൾ സീഡ് മാറ്റുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സോസ് പാൻ വയ്ക്കാം. ആ സോസ് പാനിലേക്ക് നമ്മുടെ ഗ്രേപ്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത ശേഷം, ഇതിപ്പോൾ ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ്, ഇതൊരു തിക്കാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് നല്ല തിക്കാവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. ഇതിപ്പോൾ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സീഡുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് തണുത്ത ശേഷം ആ സീഡ് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ബ്ലാക്ക് റൈസിന് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അടുത്തതായി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നമുക്കൊരു ബ്ലെൻഡർ വെച്ചിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേപ്സിൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് അതിലേക്ക് ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഗ്രേപ്സ് ക്രഷ് ഫുള്ളായിട്ട് എടുക്കണ്ട, നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. അത് ലാസ്റ്റ് നമുക്കൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട്. 1/2 കിലോ ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല തിക്കാക്കി എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്കത് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ടൈമിൽ കളർ കണ്ടല്ലോ, ഇത് കളർ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെച്ച ബ്ലാക്ക് റൈസിൻ 2 ടേബിൾ സ്പൂണിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഞാൻ ലാസ്റ്റ് ഗാർണിഷിങ്ങിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. കളർ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയതുകൊണ്ട് ഞാൻ കളർ അധികം ആഡ് ചെയ്യാത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫുൾ സെറ്റാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഗ്രേപ്സിൻ്റെ ക്രഷ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് മിഡിലായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച സോക്ക് ചെയ്ത ബ്ലാക്ക് റൈസിനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 5 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നമ്മളത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നമുക്കൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത ശേഷം ഫ്രിഡ്ജിൽ 5 മണിക്കൂർ വയ്ക്കുക.
ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമാണ് ഈ കാണുന്നത്. നമുക്ക് ശരിക്കും ഇത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായും കമൻറ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.